നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതിയ രാവിലെയിലേക്ക്, ഒരു പുതുപുത്തൻ വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂൺ 21 എല്ലാ പ്രേക്ഷകർക്കും അറിയാമായിരിക്കും. സ്വാഭാവികമായും ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താണ് എന്നുള്ളത്. അതെ, ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. കഴിഞ്ഞ 2014 മുതൽ അന്താരാഷ്ട്ര യോഗാ ദിനമായി ഈ ജൂൺ 21 എന്ന ദിവസം നമ്മൾ ആചരിച്ചു വരികയാണ്, ആഘോഷിച്ചു വരികയാണ്. ലോകമെമ്പാടും ഇന്ന് യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ, യോഗ പരിശീലനം നടക്കും. ഭൂമിക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി യോഗ എന്നുള്ളതാണ് ഈ വർഷത്തെ യോഗാ ദിന ആചരണത്തോട് അനുബന്ധിച്ചിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയാൽ 12 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളിലാണ് ഇന്നത്തെ ദിവസം യോഗ പരിശീലനം നടക്കുക. രാവിലെ 6:30 മുതൽ 8:30 വരെയാണ് അതിനു വേണ്ടിയിട്ടുള്ള സമയക്രമമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമന്ത്രി ഇത്തവണ യോഗ പരിശീലനത്തിൻ്റെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഒരുക്കിയിട്ടുള്ള സ്ഥലത്താണ്. അവിടെ 3 ലക്ഷത്തിലധികം ആളുകൾ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട്, യോഗ പരിശീലനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് പ്രത്യേകത. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വേഗം എത്തണം. അതിനു മുമ്പ് പതിവ് പോലെ രാവിലെയിൽ ആദ്യം നോക്കാം നാട്ടിലെന്തുണ്ട്. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ നമുക്കൊരു സ്പെഷ്യൽ ആളെ പരിചയപ്പെടാനുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾക്ക് സുരക്ഷ നൽകുന്ന ചക്കി എന്ന നായയാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ താരം. നഗരത്തിലെ കോമളം പാലത്തിന്റെ നിർമ്മാണത്തിനായി വന്ന തൊഴിലാളികൾക്കൊപ്പം എത്തിയതാണ് ഈ ചക്കി. പാലത്തിന്റെ നിർമ്മാണ സാധനങ്ങൾ സദാസമയം കാവലിരിക്കുന്നത് ചക്കിയാണ്. പ്രളയത്തിൽ തകർന്ന പത്തനംതിട്ട വെണ്ണിക്കുളത്തെ കോമളം പാലത്തിന്റെ നിർമ്മാണത്തിന് ആലപ്പുഴയിൽ നിന്നെത്തിയ പണിക്കാരുടെ ഒപ്പമാണ് ചക്കിയും എത്തിയത്. അന്നു മുതൽ പാലം നിർമ്മാണത്തിനുള്ള സാധനങ്ങൾ ആരും മോഷ്ടിക്കാതെ നോക്കുന്ന ജോലിയാണ് ചക്കിക്കുള്ളത്. 3 നേരം മണിമലയാറ്റിലെ കുളിയും കടത്തുവള്ളത്തിൽ യാത്രക്കാർക്കൊപ്പമുള്ള സവാരിയുമാണ് ഏറെ ഇഷ്ടം. അങ്ങനെ നാട്ടുകാർക്കും ചക്കി ഇപ്പോൾ പ്രിയപ്പെട്ടവളായി മാറി. കോൺട്രാക്ടർ സുനിൽ ഒന്ന് വിളിച്ചാൽ മതി, ചക്കി ഓടിയെത്തും. ആലപ്പുഴ ഞങ്ങൾ പ്ലാൻ ഉണ്ട്, പുന്നപ്പുറം സ്ഥലത്ത്. അവരുടെ പ്ലാനിൽ നിന്ന് ചെറിയ കുട്ടിയായിരിക്കും എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പം കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടി ചത്തുപോയി പോകുന്നതുകൊണ്ട് ഒന്നിനെങ്കിലും രക്ഷപ്പെട്ടതൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിലിട്ടു. അങ്ങനെ കൂടുതൽ നിൽക്കാണ്ടായപ്പോൾ തുറന്ന് ഞങ്ങളോട് തന്നെ നെരുങ്ങിയ കൊണ്ട് ഇണങ്ങി ജീവിച്ചായിരുന്നു. അതുകൊണ്ട് അതിനെ പിന്നെയും തുറന്നിട്ട് ഞങ്ങളോട് തന്നെ കൂടി ഒന്നിച്ച് നടക്കും, പോകും. പിന്നെ ഇവിടെ പുറത്തുള്ള ആളെയൊന്നും അടുപ്പിക്കാണ്ടായി. ഒരു പട്ടീനെ ഡ്യൂട്ടി ചെയ്ത് തുടങ്ങി, അത്ര തന്നെ. അപ്പോൾ പിന്നെ ആര് വന്നാലും അടുപ്പിക്കില്ല, കുറച്ച് ഇതാക്കി ഞങ്ങൾ ഇതാക്കും. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് പാലം പണിക്കായി എത്തിച്ചിട്ടുള്ളത്. അതിന്റെ സംരക്ഷണവും ഇപ്പോൾ ചക്കിക്കാണ്. തൊഴിലാളികൾ താമസിക്കുന്നതും ഇവിടെ തന്നെ ആയതിനാൽ അവരുടെ കരുതലും ചക്കിയുടെ ഉത്തരവാദിത്തമായി മാറിക്കഴിഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. ഇപ്പോൾ അതാണ് ചക്കിയുടെ വിശേഷങ്ങൾ. ഇടുക്കി ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. വീട് തട്ടിയെടുത്ത അനർഹരിൽ നിന്നും പണം തിരികെ ഈടാക്കാൻ റവന്യൂ റിക്കവറി നടത്തും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 27 പേർക്കെതിരെയാണ് ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിക്കുക. ഉപ്പുതുറ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽ വ്യാപക ക്രമക്കേടാണ് നടന്നത്. ഏക്കർ കണക്കിന് പട്ടയഭൂമിയുള്ളവർ, 2-3 വാഹനങ്ങളും വാസയോഗ്യമായ വീടുമുള്ളവർ, ലൈഫ് പദ്ധതിയിൽ പണിത വീട് 1 വർഷം തികയും മുൻപ് 3 ഇരട്ടി വിലക്ക് വിറ്റവർ, അങ്ങനെ നീളുന്നു പട്ടികയിൽ ഇടം പിടിച്ചവർ. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്താണ് അനർഹർ തട്ടിപ്പ് നടത്തിയത്. സ്വന്തമായി വീടില്ലാത്ത 100 കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് അനർഹരായവർ പട്ടികയിൽ കടന്നുകൂടിയത്. 1.5 ഏക്കർ സ്ഥലമുള്ളയാൾ ഡിവിഷൻ മെമ്പറായിരിക്കെ 3 സെന്റ് സ്ഥലം മാത്രമാണുള്ളതെന്ന് കാണിച്ചാണ് വീട് തട്ടിയെടുത്തത്. അനർഹമായി ലഭിച്ച വീട് നിയമം ലംഘിച്ച് വിൽപ്പന നടത്തിയവരുമുണ്ട്. ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം അനുകൃതമായിട്ട് പണം കൈപ്പറ്റിയിൽ നിന്ന് തിരിച്ചു പിടിക്കാനോ നടപടി സ്വീകരിക്കാത്തതിൻ്റെ വേലമാണ് ഇപ്പോൾ കൊടുക്കാത്തത്. അതുകൊണ്ട് ജില്ലാ മിഷൻ ഇത് സംബന്ധിച്ച് നമുക്ക് അലോട്ട്മെൻറ്റ് ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് അറിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും പോലും വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. പഴയ വീട് പെയിന്റ് അടിച്ച് പണം തട്ടിയവരും വാടകയ്ക്ക് കൊടുത്തവരും ഇക്കൂട്ടത്തിലുണ്ട്. ഉദ്യോഗസ്ഥരുടെയും വാർഡ് മെമ്പറുടെയും അറിവോടെയാണ് ഇതെല്ലാം നടന്നതെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ.
2022 പ്രാഥമിക അന്വേഷണത്തിൽ 27 പേരെ കണ്ടെത്തിയിരുന്നു. സർക്കാരിന് നഷ്ടമായ 1,14,00,000 രൂപ പലിശ സഹിതം തിരിച്ചുപിടിക്കണമെന്ന് വിജിലൻസ് അന്ന് നിർദ്ദേശം നൽകിയെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നോട്ടീസ് അയക്കുക മാത്രമാണ് ചെയ്തത്. അനുവദിച്ച 1200 വീടുകളിൽ 150 എണ്ണത്തോളം അനർഹർ തട്ടിയെടുത്തതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. പ്രശ്നത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വീണ്ടും വിശദീകരണം തേടിയതോടെയാണ് റവന്യൂ റിക്കവറി നടത്താൻ തിരക്കിട്ടുള്ള തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ എരിഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയ മഴ പെയ്താൽ പോലും വാഹനങ്ങൾ തെന്നിമാറി നിയന്ത്രണം വിട്ട് അപകടങ്ങൾ പതിവാവുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 അപകടങ്ങളാണ് ഉണ്ടായത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചെറിയ മഴയിൽ പോലും എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ റോഡിൽ നിന്നും തെന്നിമാറി നിയന്ത്രണം വിട്ട് മറിയുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ 4 അപകടങ്ങളുണ്ടായി. നിലമ്പൂരിൽ നിന്നും താമരശ്ശേരിയിലേക്ക് പോയ കുടുംബം യാത്ര ചെയ്ത കാർ കാരശ്ശേരി കറുത്തപറമ്പിൽ നിയന്ത്രണം വിട്ട് റോഡരികിലെ തോട്ടിലേക്ക് മറിഞ്ഞു. മുക്കം നഗരസഭയിലെ മുത്തേരിയിലും തൊട്ടടുത്ത മാങ്ങാപ്പൊയിലും കാറുകൾ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. ഓമശ്ശേരിയിൽ മിനി പിക്കപ്പ് ലോറി കടകളിലേക്ക് പാഞ്ഞുകയറിയായിരുന്നു അപകടം. വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നെങ്കിലും ആളുകൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. എരഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയൊരു ചാറൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങളാണ് നടക്കുന്നത്. ഇത് ഈ ഒരാഴ്ചയിൽ തന്നെ കഴിഞ്ഞ 15-ാം തീയതി ഒരു അപകടം നടന്നു. ഇവിടെ ഒരു കാറ് തെന്നി മാറിയിട്ട് ബ്രേക്കിൽ തെന്നി മാറിയിട്ട് റോഡിലേക്ക് മറിയുകയുണ്ടായത്. അപ്പോൾ ഇന്നലെയും മെനയാന്നൊക്കെ ആയിട്ട് ഈ ഒരാഴ്ചയിൽ തന്നെ 5-6 അപകടങ്ങൾ ഈ ഏരിയയിൽ മാത്രം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് പരാതികൾ മേലോട്ട് അയച്ചിട്ടുണ്ട്. അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. കോടികൾ മുടക്കി ഈയിടെ നവീകരിച്ച റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. മെല്ലെ പോയാലും കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം അത്രക്കും ഒരു റോഡിന്റെ ഒരു സൈഡ് അത്രക്കും താഴ്ന്ന് കുഴിഞ്ഞ് വീൽ ബേസ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ 2 വീലറിന് തീരെ പോകാൻ പറ്റില്ല. ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴായിട്ട് പിന്നെ നിർത്തി നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എന്താ സംഭവം എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ റോഡ് ആകെ ഒരു കുഴിഞ്ഞ അവസ്ഥയിലാണല്ലോ. ഇവിടെ റോഡിന് ഒരു ചാലായിട്ട് ഒരു സൈഡ് ഇപ്പൊ ഇതായിട്ട് ഒരു വീൽ ബേസ് ആയിട്ട് കിടക്കുകയാണ്. മഴ പെയ്യുമ്പോൾ ആക്സിഡന്റ് സ്ഥിരമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അതിനൊരു എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. റോഡിൽ കുഴി രൂപപ്പെട്ടതോടെ മഴയില്ലാത്ത സമയങ്ങളിലും യാത്ര ദുഷ്കരമാണ്. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്ത് വളരെ ശരിയായിട്ടില്ല. കാരണം ഭയങ്കര ചാലാണ്. ബൈക്കിൽ പോകുമ്പോൾ ബൈക്ക് പഞ്ചറായ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിഞ്ഞു പോവുക, ആക്സിഡന്റ് നല്ലോണം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഈ റോഡിന്. ഞാൻ സ്ഥിരമായിട്ട് അരീക്കോട് പോകുന്ന ആളാണ്. ഒരു 10-20 വർഷത്തോളമായിട്ട് അരീക്കോട് പോകുന്നതാണ്. ഈ റോഡ് ഇങ്ങനെ വികസിപ്പിച്ചതിന് ശേഷം പല ദിവസങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിൽ അപകടങ്ങളും ഞാൻ കാണുന്നു. അത് ഈ റോഡിന്റെ പ്രവൃത്തിയിലുള്ള എന്തെങ്കിലും തകരാറാണെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എന്നും പോകുന്ന ആളായതുകൊണ്ട് എനിക്ക് മനസ്സിലായത് സംഭവം. പൊതുമരാമത്ത് മന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും നിരവധി പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ലെന്നും ഇനിയും വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് റോഡിന്റെ അപാകത പരിശോധിച്ച് നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം അതിനൊപ്പം മഴ കൂടി എത്തിയതോടുകൂടി ഇത്തരത്തിൽ അപകടക്കെണിയായി മാറുകയാണ് സംസ്ഥാന പാതയിലെ എരിഞ്ഞിമാവ് മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗം എന്നുള്ളതാണ്. മണ്ണിടിച്ചിൽ ആശങ്കയിലാണ് ഇടുക്കി ചിന്നാർ പനംകുട്ടി ജലവൈദ്യുത പദ്ധതി പ്രദേശത്തെ കുടുംബങ്ങൾ. പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ ഭൂപ്രകൃതിയുടെ പ്രത്യേകത പരിഗണിച്ച് ചില കുടുംബങ്ങളുടെ സ്ഥലം കൂടി ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. ഇടുക്കി പനംകുട്ടിയിൽ മുതിരപ്പുഴയാറിനോട് ചേർന്നാണ് ചിന്നാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നത്. ചിന്നാർ ഡാമിന്റെ നിർമ്മാണം ആദ്യം പൂർത്തീകരിച്ചു. പെൻസ്റ്റോക്ക് പൈപ്പ് സ്ഥാപിക്കാനുള്ള നടപടികളും പവർ ഹൌസിന്റെ നിർമ്മാണ ജോലികളുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ചെങ്കുത്തായ പ്രദേശത്താണ് നിർമ്മാണ ജോലികൾ നടക്കുന്നത്. ഈ ഭാഗത്ത് മണ്ണിടിച്ചിലിനും പ്രകൃതിക്ഷോഭങ്ങൾക്കും സാധ്യതയുണ്ടെന്നും ഈ കുടുംബങ്ങളുടെ ഭൂമി വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കണമെന്നുമാണ് ആവശ്യം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ബോർഡിനെ കൊണ്ട് ഈ സ്ഥലം ടേക്ക് ഓവർ ചെയ്യിക്കുക എന്നുള്ളതാണ്. കാരണം എന്തെന്നാൽ അതിന് തൊട്ടുമേലെ ഈ പറമ്പിന് തൊട്ടുമേലെയുള്ള ഭാഗത്ത് 2 വർഷമായിട്ട് നിരന്തരം നടത്തുന്ന ബ്ലാസ്റ്റിംഗ് അത് ഈ മണ്ണിനെ അതേ പാറയുടെ ഇതിൽ നിന്ന് വിടിയിച്ച് നിർത്തുകയും ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണെല്ലാം ഊർന്നു പോരുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ 11 പേരുടെ ജീവിതം
ജീവിത ഇത് മാറിപ്പോകും. പ്രദേശത്തെ 11 കുടുംബങ്ങൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ ഭരണകൂടത്തിനും വൈദ്യുതി വകുപ്പിനും പരാതി നൽകിയിരുന്നു. ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും കുടുംബങ്ങൾ സമീപിച്ചു. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് IIT-യിൽ നിന്നുള്ള സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി. അനുകൂല നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതി പ്രദേശത്തെ 11ഓളം കുടുംബങ്ങൾ. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറത്ത് 6 വരിപ്പാതയ്ക്ക് സമീപത്തെ പുത്തനത്താണി ചുങ്കം അങ്ങാടിയെ സ്വകാര്യ ബസ്സുകൾ അവഗണിക്കുന്നതായി പരാതി. ചുങ്കം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിടുന്നതായാണ് പരാതി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഇതിനാൽ ദുരിതത്തിലാണ്. കാടാമ്പുഴ വളാഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ വെട്ടിച്ചിറ അടിപ്പാതയിലെ U-ടേൺ, ടോൾ പ്ലാസ എന്നിവ വഴി 6 വരിപ്പാതയിലൂടെ കടന്നുപോകുന്നതിനാൽ പ്രദേശത്തുകാർ യാത്രാക്ലേശം അനുഭവിക്കുകയാണ്. ചുങ്കം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട യാത്രക്കാരെ വഴിയിൽ ഇറക്കിവിടുന്നതായാണ് പരാതി. വെട്ടിച്ചിറയിൽ നിന്ന് പുത്തനത്താണിയിലേക്കുള്ള സർവീസ് റോഡിൽ 2 U-ടേൺ ഉണ്ട്. U-ടേൺ ഒഴിവാക്കി സർവീസ് റോഡ് നേർവഴിയാക്കി മാറ്റണമെന്ന് നാട്ടുകാർ നേരത്തെ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നടപടി ഉണ്ടായില്ല. അതേസമയം സർവീസ് റോഡിലെ 2 U-ടേണുകൾ വഴി ബസ്സുകൾ കടന്നു പോകുമ്പോൾ ഏറെ സമയം എടുക്കുന്നുവെന്നാണ് ജീവനക്കാരുടെ പരാതി. ഈ നാട്ടിലെ കുട്ടികളെ, സ്ത്രീകളെ ഇവര് മാസങ്ങളായിട്ട് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എല്ലാ വാഹനങ്ങളും ചുങ്കം വഴി തന്നെ പോകണമെന്നാണ് ഈ നാട്ടുകാർക്ക് ഇവിടെ നിങ്ങളോട് പറയാനുള്ളത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് ദുരിതം നേരിടുന്നത്. ചുങ്കം വഴി സർവീസ് നടത്താത്ത ബസ്സിലെ ജീവനക്കാരെ നാട്ടുകാർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നടപടിയില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. ഇടുക്കി പഴയവിടുതി ഗവൺമെന്റ് UP സ്കൂൾ ഈ വർഷവും കാർഷിക വിപ്ലവത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഓണക്കാലത്ത് 100 മേനി വിളവ് ലക്ഷ്യം വെച്ച് മഴമറയിൽ കൃഷി ഇറക്കിയിരിക്കുകയാണ് പഴയവിടുതിയിലെ കുട്ടി കർഷകർ. പഠനത്തിനും കലാകായിക രംഗങ്ങൾക്കുമൊപ്പം കൃഷിയിലും കുട്ടികളുടെ താല്പര്യം വളർത്തിയെടുക്കുകയാണ് പഴയവിടുതി സ്കൂൾ. കൃഷിയുടെ പ്രാധാന്യവും ജൈവ കൃഷി രീതിയും കുട്ടികൾ പഠിക്കുന്നത് അത് പരിശീലിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴയവിടുതി UP സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും മികച്ച കുട്ടി കർഷകർ കൂടിയാണ്. സ്കൂളിൽ കൃഷി ആരംഭിക്കുന്നത് മുതൽ കുട്ടികൾ വീടുകളിലും കൃഷി ആരംഭിക്കും. അതിന്റെ തുടക്കമാണ് ഈ അധ്യയന വർഷ ആരംഭത്തിൽ സ്കൂളിലെ മഴമറയ്ക്കുള്ളിൽ ആരംഭിച്ചിരിക്കുന്നത്. പഠന പ്രവർത്തനങ്ങളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കൃഷിപാഠങ്ങളും ജൈവ കൃഷി പാഠങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിളയിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം അതിനുപരിയായി വിളയിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. വളരെ ഉത്സാഹത്തോടു കൂടി ഞങ്ങളുടെ കുട്ടി കർഷകരും ഈ കാർഷിക വൃത്തിയിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. ഓണക്കാലത്തെ ലക്ഷ്യം വെച്ചുള്ള പച്ചക്കറി കൃഷിയാണ് ആരംഭിച്ചിരിക്കുന്നത്. തികച്ചും ജൈവ രീതിയിൽ കുട്ടികൾ തന്നെ പരിപാലിച്ചുണ്ടാക്കുന്ന പച്ചക്കറികൾ കൊണ്ടാണ് എല്ലാ വർഷവും ഉച്ചഭക്ഷണത്തിനുള്ള കറികൾ വിളമ്പുന്നത്. ഉച്ചഭക്ഷണത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളവ കുട്ടികൾക്ക് വീടുകളിലേക്കും കൊടുത്തയക്കും. അതിനുശേഷവുമുള്ളവ കുട്ടികൾ തന്നെ സ്കൂളിൽ നടത്തുന്ന ആഴ്ച ചന്തയിൽ വിൽപ്പന നടത്തും. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തും. ന്യൂസ് 18 ഇടുക്കി. ഇപ്പോൾ പഴയവിടുതിയിലെ കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾക്കപ്പുറം അവർക്ക് കൃഷി കൂടി അറിയാൻ സാധിക്കുന്നു. അവരൊക്കെ ഒരു കുട്ടി കർഷകരായി കൂടിയാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ കൃഷിയിൽ നിന്നൊക്കെ അന്യം നിന്ന് പോകുന്നു, കൃഷിയെയും മണ്ണിനെയും ഒക്കെ മറക്കുന്ന തലമുറയാണ് എന്നൊക്കെയുള്ള പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ സ്കൂളിലെ അധ്യാപകർ വേറിട്ട മാതൃക തീർക്കുന്നത്. കുട്ടികളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കൃഷിയുടെ മാഹാത്മ്യം അവർ പഠിപ്പിക്കുകയാണ്. പത്തനംതിട്ട കീഴ്ക്കാഴൂർ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവകയുടെ പെരുന്നാളും ശതാബ്ദി ആഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ നിർവഹിക്കും. 23 മുതൽ 28 വരെ നടക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങളിൽ യുവജന സംഗമം, പ്രാർത്ഥന സംഗമം, സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ഇടവകയുടെ ഗ്ലോബൽ സംഗമം, സീനിയർ സിറ്റിസൺ സമ്മേളനം, വചന ശുശ്രൂഷ എന്നിവ നടക്കും. പെരുന്നാൾ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ നിർവഹിക്കും. നിലയ്ക്കൽ ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മുഖ്യ സന്ദേശം നൽകും.
ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്ക് സൗജന്യ ചികിത്സയ്ക്കായി സ്വരൂപിക്കുന്ന ജീവകാരുണ്യ നിധിയുടെ ഉദ്ഘാടനം മലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ഡോക്ടർ സാമുവേൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിക്കും. ആന്റോ ആന്റണി MP, പ്രമോദ് നാരായണൻ MLA, മുൻ MLA രാജു എബ്രഹാം എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇടുക്കി കാമാക്ഷി പഞ്ചായത്തിൽ അന്തിയുറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാത്ത വയോധികയെ കുറെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് പറഞ്ഞു പറ്റിച്ച ഒരു വാർത്തയിലേക്കാണ്. പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പോൾ ഈ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട വൃദ്ധയുടെ ഒറ്റയാൾ സമരം നടക്കുകയാണ്. സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാത്ത വൃദ്ധയ്ക്ക് താമസിക്കുന്ന വീടിന്റെ വാടക നൽകാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തെങ്കിലും ഈ തുക നൽകാത്തതിനാലാണ് ഈ പ്രതിഷേധവുമായി ഈ വൃദ്ധയ്ക്ക് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് ഈ പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് അംഗം പറയുന്നു. അടിയന്തരമായ പ്രശ്നം പരിഹരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഈ പ്രതിഷേധം വന്നതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട്. കാമാക്ഷി പഞ്ചായത്തിൽ 15-ാം വാർഡിൽപ്പെടുന്ന കോയിക്കൽ തങ്കമ്മയ്ക്ക് സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ല. പ്രതിമാസം ലഭിക്കുന്ന 1600 രൂപ പെൻഷനാണ് ഏക വരുമാനം. പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഇവർ. തങ്കമണിയിൽ ദീർഘകാലമായി വാടകയ്ക്ക് താമസിക്കുന്ന വയോധികയ്ക്ക് വീട്ടുവാടക നൽകാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു. ഇവിടെ അപേക്ഷ വെച്ചു. എൻ്റെ 200 രൂപയായി ആ ഫോമിന്. എനിക്ക് വയ്യാത്ത കാരണം ഞാൻ വേറൊരാളെ പറഞ്ഞു വിട്ടാണ് അത് മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇവിടെ അപേക്ഷ എഴുതി തന്ന ആൾ പോലും എന്നോട് പൈസ മേടിച്ചില്ല. ഞാൻ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് എന്നിട്ട് അവർ ഇപ്പോൾ അത് മേടിച്ചു വെച്ചു. എന്നിട്ട് ഇപ്പോൾ ആ അപേക്ഷ കണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും വാടക നൽകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചില്ല. പഞ്ചായത്തിൽ സൂക്ഷിക്കേണ്ട ഇവരുടെ ഫയൽ ജീവനക്കാരുടെ അലംഭാവത്താൽ നഷ്ടമായെന്നും വീണ്ടും അപേക്ഷ സമർപ്പിച്ചിട്ടും ഫയൽ യഥാസമയം തീർപ്പാക്കുന്നതിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും ഭരണകക്ഷിയിൽപ്പെട്ട വാർഡംഗം സോണി ചെള്ളാമഠം പ്രതികരിച്ചു. ഇത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കമ്മിറ്റിയിലുണ്ടായ ആ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അത് തിരുത്താൻ പറഞ്ഞിട്ട് ഇപ്പം തിങ്കളാഴ്ച രാവിലത്തെ കമ്മിറ്റിയിൽ സംസാരിച്ചിട്ട് ഈ നിമിഷം പോലും അവർക്ക് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും അത് ശരിയായൊരു നടപടിയല്ല. ഇന്നിപ്പം ഞാൻ രാവിലെ വന്ന ഈ കാര്യത്തിന് വേണ്ടിയിട്ട് സെക്രട്ടറിയോട് സംസാരിച്ച സെക്രട്ടറി ഇവിടെ ഇല്ല എന്നാണ്. സെക്രട്ടറി വീട്ടിൽ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് തീർച്ചയായിട്ടും എൻ്റെ വാർഡിൽപ്പെട്ട ഒരു അംഗം എന്ന രീതിയിൽ എനിക്കത് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാനത് ജീവനക്കാരോടൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അത് പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിലും ഉദ്യോഗസ്ഥർ അനുകൂല തീരുമാനമെടുക്കാത്തതോടെയാണ് തങ്കമ്മ പ്ലക്കാർഡുമായി പഞ്ചായത്തിന് മുൻപിലും തുടർന്ന് പ്രസിഡന്റിന്റെ ചേംബറിലും പ്രതിഷേധവുമായി എത്തിയത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നതിന് തീരുമാനം കൈക്കൊണ്ടെന്ന് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവർക്ക് ശുചിമുറിയിൽ കയറിയാൽ ചെരുപ്പിന്റെ വള്ളിയാണ് ആശ്രയം. ശുചിമുറിക്ക് കുറ്റിയും കൊളുത്തുമില്ലെങ്കിലും ആശുപത്രി അധികൃതർ പകരം ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ചെരുപ്പിന്റെ വള്ളിയാണ് സംവിധാനം. ബാത്റൂമിൽ കുറ്റിയും കൊളുത്തുമില്ല. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് അസുഖത്തെക്കാൾ വലിയ ആശങ്കയാണ് ഇവിടത്തെ ശുചിമുറി. മുൻപും ആശുപത്രിയിലെ ശുചിമുറികളുടെ ശോച്യാവസ്ഥകൾ വാർത്തയായിട്ടുണ്ട്. അപ്പോഴൊക്കെ സൂപ്രണ്ടടക്കമുള്ള ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞപ്പോൾ ടെൻഡർ വിളിക്കണമെന്നായിരുന്നു മറുപടി. തുടർന്ന് കായംകുളം MLA കുറ്റിയും കൊളുത്തും വാങ്ങി ആശുപത്രിയിലെത്തിച്ച് അവ സ്ഥാപിച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ഒരു രോഗിയുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ശുചിമുറിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പുറം ലോകത്തെ അറിയിച്ചത്. ഒരു കുറ്റിയും കൊളുത്തും വാങ്ങാൻ പോലുമുള്ള കാശ് കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനില്ല എന്ന് പറയുന്നത് തികച്ചും ഖേദകരമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഹോസ്പിറ്റലിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ നമ്മൾ പലതും കാണുന്നതാണ്. ഇതിനൊക്കെയും മറുപടി പറയേണ്ട സൂപ്രണ്ടിനെ കഴിഞ്ഞ കുറേ നാളുകളായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉപരോധ സമരം അടക്കം ചെയ്ത് ഇതിനൊക്കെ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വിവരാവകാശ രേഖകൾ ചോദിച്ചിട്ട് പോലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും ഇതുവരെയും ഇതിനുള്ള വിവരാവകാശ രേഖകൾ പോലും നമുക്ക് തന്നിട്ടില്ല. ആശുപത്രിയിലെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് 18 കായംകുളം. വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നതിന് പരിഹാരം കാണാൻ പുതിയ മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് പത്തനംതിട്ട അടൂരിലെ കർഷകർ.
ലക്ഷങ്ങൾ ചെലവഴിച്ച് പല പ്രതിരോധ നടപടികൾ ചെയ്യാറുണ്ടെങ്കിലും പ്രയോജനം ലഭിക്കാതെ വന്നതോടെയാണ് വെറും 4000 രൂപ കൊണ്ട് പുതിയ പ്രതിരോധ മാർഗം കർഷകർ തന്നെ വികസിപ്പിച്ചെടുത്തത്. അടൂരിൽ നിന്ന് വനമേഖലയിലേക്ക് കിലോമീറ്ററുകളോളം ദൂരമുണ്ട്. എങ്കിലും കാട്ടുപന്നി ആക്രമണത്തിനും കൃഷിനാശത്തിനും ഒട്ടും കുറവില്ല. കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ കൃഷിയിടത്തിൽ വൻ നാശമാണ് വരുത്തുന്നത്. ഇതിന് പരിഹാരമായാണ് ലേസർ ലൈറ്റ് ഉപയോഗിച്ച് കാട്ടുപന്നികളെ തുരത്താൻ പുതിയ മാർഗം കർഷകർ കണ്ടെത്തിയത്. കർഷകനും CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ PB ഹർഷകുമാറിന്റെ കൃഷിയിടത്തിൽ പരീക്ഷിച്ച പുതിയ സാങ്കേതികവിദ്യ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പെഡസ്ട്രിയൽ ഫാനിൽ ലേസർ ലൈറ്റ് ചേർത്തുവെച്ച് രാത്രി 4 വശത്തേക്കും അടിക്കുന്നതാണ് പുതിയ വിദ്യ. പരീക്ഷണം വിജയമായതോടെ മഞ്ഞളും വാഴയും കപ്പയും അടങ്ങുന്ന കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികൾ ഇപ്പോൾ 3 മാസമായി ഇറങ്ങുന്നില്ലെന്ന് കർഷകർ അവകാശപ്പെടുന്നു. പത്തനംതിട്ടയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർ വന്യജീവി ആക്രമണങ്ങളിൽ കൃഷി തന്നെ ഉപേക്ഷിച്ച സ്ഥിതിയാണ്. അങ്ങനെയുള്ള കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് പുതിയ ലേസർ സാങ്കേതികവിദ്യ. ന്യൂസ് 18 പത്തനംതിട്ട. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് യോഗാ ദിനമാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന യോഗാ ദിന പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. അവിടെ അദ്ദേഹം സംസാരിക്കുന്നു. തത്സമയം और मेरे प्यारे भाई और बहनों, आप सबको नमस्कार। देश और दुनिया भर के सभी लोगों को इंटरनेशनल योग डे की बहुत बहुत शुभकामनाएं। आज 11वीं बार पूरा विश्व 21 जून को एक साथ योग कर रहा है। योग का सीधा साधा अर्थ होता है जुड़ना, और ये देखना सुखद है कि कैसे योग ने पूरे विश्व को जोड़ा है। मैं बीते 1 दशक में योग की यात्रा को जब देखता हूं तो बहुत कुछ याद आता है। वो दिन जब संयुक्त राष्ट्र में भारत ने प्रस्ताव रखा कि 21 जून को अंतर्राष्ट्रीय योग दिवस के रूप में मान्यता मिले, और तब कम से कम समय में दुनिया के 175 देश हमारे इस प्रस्ताव के साथ खड़े हुए। आज की दुनिया में ऐसी एकजुटता, ऐसा समर्थन सामान्य घटना नहीं है। ये सिर्फ एक प्रस्ताव का समर्थन भर नहीं था, ये मानवता के भले के लिए दुनिया का सामूहिक प्रयास था। आज 11 साल बाद हम देख रहे हैं कि योग दुनिया भर में करोड़ों लोगों की जीवन शैली का हिस्सा बन चुका है। मुझे गर्व होता है जब मैं देखता हूं कि हमारे दिव्यांग साथी ब्रेल में योग शास्त्र पढ़ते हैं। वैज्ञानिक अंतरिक्ष में योग करते हैं। गांव-गांव में युवा साथी योग ओलंपियाड में भाग लेते हैं। यहां सामने देखिए, ये नेवी के सभी जहाजों में भी अभी बहुत शानदार योगा कार्यक्रम चल रहा है। चाहे सिडनी ओपेरा हाउस की सीढ़ियां हो या एवरेस्ट की चोटी हो या फिर समंदर का विस्तार हो, हर जगह से एक ही संदेश आता है, योग सभी का है और
सभी के लिए है। योग इज फॉर एवरीवन, बियॉन्ड बाउंड्रीज, बियॉन्ड बैकग्राउंड्स, बियॉन्ड एज और एबिलिटी। इसको बंद कीजिए, इसकी आवाज आ रही है। साथियों, आज मुझे इस बात की खुशी है कि हम सभी विशाखापट्टनम में हैं। ये शहर प्रकृति और प्रगति दोनों की संगम स्थली है। यहां के लोगों ने इतना अच्छा आयोजन किया है। मैं चंद्रबाबू नायडू गारू और पवन कल्याण गारू को बधाई देता हूं। आपके नेतृत्व में आंध्र प्रदेश ने योगांध्रा अभियान का एक शानदार इनिशिएटिव लिया। मैं विशेष तौर पर नारा लोकेश गारू के प्रयासों की भी विशेष प्रशंसा करना चाहता हूं। योग का सोशल सेलिब्रेशन कैसे होना चाहिए, समाज के हर वर्ग को कैसे जोड़ना चाहिए, ये उन्होंने बीते 1-1.5 महीने के इस योगांध्र अभियान में करके दिखाया। और इसके लिए भाई लोकेश अनेक अनेक बधाई के पात्र है। और मैं तो देशवासियों को भी कहूंगा कि ऐसे अवसरों को किस प्रकार से सामाजिक स्तर पर गहराई से ले जाया जा सकता है, भाई लोकेश ने जो काम किया है उसको एक नमूने के रूप में देखना है। ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് One Health. This theme reflects a deep truth. The health of every entity on earth is interconnected. Human well-being depends on the health of the soil that grows our food, on the rivers that gives us water, on the health of the animals that share our ecosystems, on the plants that nourish us. Yoga awakens us to this interconnectedness. Yoga leads us on a journey towards oneness with the world. It teaches us that we are not isolated individuals, but part of nature. Initially, we learn to take good care of our own health and wellness. Gradually, our care and concern extends to our environment, society, and planet. Yoga is a great personal discipline. At the same time, it is a system that takes us from me to we. साथियों, मी टू वी का ये भाव ही भारत की आत्मा का सार है। जब व्यक्ति अपने हित से ऊपर उठकर समाज की सोचता है, तभी
पूरी मानवता का हित होता है। भारत की संस्कृति हमें सिखाती है सर्वे भवन्तु सुखिनः, यानी सभी का कल्याण ही मेरा कर्तव्य है। मैं से हम की ये यात्रा ही सेवा, समर्पण और सह अस्तित्व का आधार है। यही सोच सामाजिक समरसता को बढ़ावा देती है। साथियों, दुर्भाग्य से आज पूरी दुनिया किसी न किसी तनाव से गुजर रही है। कितने ही क्षेत्रों में अशांति और अस्थिरता बढ़ रही है। ऐसे में ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഒരുക്കിയിട്ടുള്ള യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവിടെ യോഗ പരിശീലനത്തിൽ പ്രധാനമന്ത്രിയും ഭാഗമാകുന്നുണ്ട്. 3 ലക്ഷത്തിലധികം ആളുകളാണ് ഇന്ന് അവിടെ ഈ നടക്കാൻ പോകുന്ന പരിപാടിയിൽ യോഗ പരിശീലനത്തിന്റെ ഭാഗമാകുന്നത്. നമുക്ക് അതിലേക്ക് മടങ്ങിയെത്താം. ആദ്യം ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ പരിശോധിക്കാം. കണ്ണൂർ കായലോട് SDPIക്കാരുടെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായ യുവാവിനെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ ശ്രമം വിഫലം. എവിടെയാണെന്നറിയില്ലെന്ന് വീട്ടുകാർ. ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ടെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ജീവനൊടുക്കിയ യുവതിയുടെ പിതാവ്. കൂടുതൽ അറസ്റ്റിന് സാധ്യത. പശ്ചിമേഷ്യ സംഘർഷഭരിതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം 9ാം ദിവസം. ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ സൈന്യം. മുന്നിലുള്ളത് ദുഷ്കരമായ ദിനങ്ങളെന്ന് ഇസ്രായേൽ സൈനിക മേധാവി. പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടരുന്നു. സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശമനമില്ല. രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയതിലുള്ള അതൃപ്തി ഗവർണർ അറിയിച്ചേക്കും. രേഖാമൂലം അതൃപ്തി അറിയിക്കാമായിരുന്നുവെന്ന് രാജ്ഭവൻ. വിഷയം രാഷ്ട്രീയ പോരിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്താൻ BJP. നിലമ്പൂർ 6 നേടുമെന്ന കണക്കുകൂട്ടലിൽ മുന്നണികൾ. PV അൻവർ പിടിച്ചേക്കാവുന്ന വോട്ടുകൾ ഇരു മുന്നണികളുടെയും ആശങ്ക. അൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയിൽ LDF. മറിച്ചായാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ജയം ഉറപ്പെന്ന് UDF. ഇന്ന് ലോക യോഗാ ദിനം. വിശാഖപട്ടണത്ത് യോഗാ ദിനാചരണത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി. ഈ വർഷത്തെ ദിനാചരണം ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്ന പ്രമേയത്തിൽ. നമ്മൾ വീണ്ടും തിരികെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വിശാഖപട്ടണത്തെ യോഗ പരിശീലന പരിപാടിയിലേക്കാണ് പോകുന്നത്. തത്സമയം विमेन हेल्थ और मेंटल वेलबींग में अहम भूमिका है जय योग। साथियों, नेशनल आयुष मिशन के जरिए भी योग और वेलनेस के मंत्र को आगे बढ़ाया जा रहा है। 2025 11వ అంతర్జాతీయ యోగా కిలోమీటర్ల యోగా చరిత్రను సృష్టించేందుకు గిన్నెస్ వరల్డ్ రికార్డ్ సాధనకు మరి అలాగే ఒకే ప్రాంగణంలో 3 లక్షలకు పైగా యోగ సాధకులు చేస్తున్నటువంటి కార్యక్రమంగా పరిగణించి 2 వరల్డ్ రికార్డ్స్ మనం స్థాపించబోతున్నాం. అలాగే శక్తి శాంతితో ముడిపడిన వ్యక్తిత్వం ఇది ఆయన నిజమైన ధ్యానం. పౌరుల పట్ల బాధ్యత, దేశం పట్ల శ్రద్ధ, యువత పట్ల నమ్మకం ఇవన్నీ ఆయన. साथियों, हम सभी जानते हैं आज हील इन इंडिया का मंत्र भी दुनिया में काफी पॉपुलर हो रहा है. भारत दुनिया के लिए हीलिंग का बेस्ट डेस्टिनेशन बन रहा है. योग की इसमें भी बड़ी भूमिका है. मुझे खुशी है कि योग के लिए कॉमन योगा प्रोटोकॉल बनाया गया है. योगा सर्टिफिकेशन बोर्ड के 6.5 लाख से अधिक ट्रेन वॉलेंटियर्स
करीब 130 मान्यता प्राप्त संस्थान और मेडिकल कॉलेजों में 10 दिन का योग मॉड्यूल्स, ऐसे अनेक प्रयास एक होलिस्टिक इकोसिस्टम तैयार कर रहे हैं। देश भर में हमारे जो आयुष्मान आरोग्य मंदिर है, वहां ट्रेन योग टीचर तैनात किए जा रहे हैं। दुनिया भर के लोगों को भारत के इस वेलनेस इकोसिस्टम का फायदा मिले, इसलिए विशेष आयुष वीजा दिए जा रहे हैं। साथियों, आज योग दिवस पर मैं ओबेसिटी की तरफ भी फिर से सभी का ध्यान आकर्षित करना चाहूंगा। बढ़ती ओबेसिटी पूरी दुनिया के लिए एक बड़ा चैलेंज है। मैंने मन की बात कार्यक्रम में भी इस पर विस्तार से चर्चा की थी। इसके लिए अपने खान पान में 10% ऑयल कम करने का चैलेंज भी शुरू किया था। मैं एक बार फिर देशवासियों से, दुनिया भर के लोगों को इस चैलेंज से जुड़ने का आह्वान करता हूं। अपने खाने में कैसे हम कम से कम 10% ऑयल कंजम्पशन कम करें, इसके लिए जागरूकता फैलानी है। ऑयल की खपत कम करना, अनहेल्दी डाइट से बचना और योग करना, ये बेहतर फिटनेस की जड़ी बूटी है। साथियों, आइए हम सब मिलकर योग को एक जन आंदोलन बनाएं, एक ऐसा आंदोलन जो विश्व को शांति, स्वास्थ्य और समरसता की ओर ले जाए, जहां हर व्यक्ति दिन की शुरुआत योग से करे और जीवन में संतुलन पाए, जहां हर समाज योग से जुड़े और तनाव से मुक्त हो, जहां योग मानवता को एक सूत्र में पिरोने का माध्यम बने, और जहां योगा फॉर वन अर्थ वन हेल्थ एक वैश्विक संकल्प बन जाए। एक बार फिर आंध्र के नेतृत्व को बधाई देते हुए, आंध्र के लोगों को बधाई देते हुए और विश्व भर में फैले हुए योग प्रैक्टिशनर्स और योग प्रेमियों को बधाई देते हुए आप सबको अंतर्राष्ट्रीय योग दिवस की मैं बहुत बहुत शुभकामनाएं देता हूं। धन्यवाद। धन्यवाद सर। अभी हम योग अभ्यास के लिए प्रयास करें। आई रिक्वेस्ट ऑनरेबल मिनिस्टर्स, ऑनरेबल प्राइम मिनिस्टर, ऑनरेबल चीफ मिनिस्टर and all the dignitaries on the dais will move ahead for the yoga session. Hari Om Tat Sat. Hari Om Tat Sat. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന യോഗ പരിശീലനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്നത്. RK ബീച്ചിൽ നിന്ന് ഭോഗപുരം വരെ നീളുന്ന 26 കിലോമീറ്റർ ഇടനാഴിയിൽ 3 ലക്ഷത്തിലേറെ പേരാണ് പ്രധാനമന്ത്രിക്കൊപ്പം പരിശീലനത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. രാവിലെ 6 മുതലാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. 8:30 വരെ നീളും. ഇവിടെ മാത്രമല്ല, രാജ്യത്തെ എമ്പാടും 12 ലക്ഷത്തിലധികം വരുന്ന കേന്ദ്രങ്ങളിലാണ് ഇന്ന് യോഗാ ദിന പരിപാടികൾ നടക്കുക. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാം, ശാരീരിക ആരോഗ്യത്തിനും മാനസിക ആരോഗ്യത്തിനും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ യോഗ എന്ന പരിശീലന മുറ. ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പരിശീലന വ്യായാമ മുറയാണ് യോഗ. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിൽ
ഐക്യരാഷ്ട്രസഭയിൽ യോഗാ ദിനം ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കണം എന്നുള്ള നിർദ്ദേശം പങ്കുവച്ചതും അത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്നതും. ഇപ്പോൾ യോഗ പരിശീലനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. అందరికీ అంతర్జాతీయ యోగ దినోత్సవ సందర్భంగా శుభాకాంక్షలు మరియు అభినందనలు. आप सभी को अंतर्राष्ट्रीय योग दिवस का बहुत बहुत शुभकामनाएं और बधाइयां. అందమైన నగరం విశాఖపట్నంలో అందరికీ స్వాగతం సుస్వాగతం. आप सभी को विशाखापट्टनम के सुंदर नगर में स्वागत है और अभिनंदन है. మనమందరం ప్రార్థనతో యోగాభ్యాసం ప్రారంభం చేద్దాం. आइए आज का सत्र हम प्रार्थना से प्रारंभ करेंगे. ध्यानासन लो కూర్చోండి. किसी भी ध्यानात्मक आसन में बैठ जाइए. नमस्कार मुद्रा धारण చేయండి. नमस्कार मुद्रा में बैठ जाइए. कళ్ళు మూసుకోండి. నిదానంగా కళ్ళు మూసుకోండి. धीरे से आंखें कोमलता से आंखें बंद कीजिए. ओमकार उच्चारण చేస్తూ प्रार्थना प्रारंभम చేద్దాం. ओमकार का उच्चारण करते हुए प्रार्थना का प्रारंभ करेंगे. संगचद्वं संवदद्वं संगचद्वं संवदद्वं संवोमनां सीवानतां देवाभागं यथा पूर्वे संजानाना उपासते संजानाना उपासते संजानाना उपासते. నెమ్మదిగా కళ్ళు తెరపండి. చేతులు सामान्य स्थिति को తీసుకురండి. धीरे से आंखें खोले और दोनों हाथों को सामान्य स्थिति में लेके आइए. मैट పైన నిలబడండి. धीरे से खड़े हो जाइए. अब हम चालन क्रिया का अभ्यास करेंगे. ఇప్పుడు चालन क्रिया अभ्यासम చేద్దాం. गर्दन का क्रियाओं के साथ शुरू करेंगे. మొదటిగా नेक मूवमेंट्स చేద్దాం. गर्दन को आगे और पीछे झुकाने का अभ्यास. తల ముందకు వెనకు వంచుతో अभ्यासम. दोनों पैरों के बीच में 2 इंच का दूरी बना के रखिए. కాళ్ళు మధ్య 2 अंगुल स्पेस ఉంచండి. दोनों हाथों को कमर पर रखे. చేతులు నడుము మీద ఉంచండి. सांस छोड़ते हुए गर्दन को आगे की ओर झुकाइए. श्वास వదులుతో తల ముందకు వంచండి और धीरे से सांस भरते हुए गर्दन को पीछे की ओर झुकाइए. श्वास తీసుకుంటూ తల వెనక వంచండి. మరొకసారి प्रैक्टिस చేద్దాం. एक और बार इसका अभ्यास करेंगे. पूरा श्वास प्रश्वास पर ध्यान देते हुए फोकस नेक मसल పైన ఉండాలి. धीरे से श्वास छोड़ते हुए सामान्य स्थिति में आइए. श्वास వదులుతూ सामान्य స్థితికి రండి. విశ్రామం చేయండి. ఇప్పుడు नेक बेंडिंग अभ्यासम చేద్దాం. गर्दन झुकाने का अभ्यास करेंगे. सांस छोड़ते हुए गर्दन को राइट साइड झुकाइए. श्वास వదులుతూ తలాన్ని కుడివైపు వంచండి और धीरे से सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ साधारण स्थिति को రండి.
श्वास वदलतो तलानी लेफ्ट साइड వంచండి. धीरे से श्वास छोड़ते हुए गर्दन को लेफ्ट साइड झुकाइए और सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ సాధారణ స్థితికి రండి. మరొకసారి చేయండి. एक और बार इसका अभ्यास करेंगे. पूरा श्वास प्रश्वास पर ध्यान देते हुए नेक मसल्स को रिलैक्स करने का प्रयास और धीरे से श्वास भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ సాధారణ స్థితిలో రండి. విశ్రామం చేయండి. अब हम गर्दन मोड़ने का अभ्यास करेंगे. नेक ट्विस्टिंग अभ्यासम చేద్దాం. सांस छोड़ते हुए गर्दन को राइट साइड मोड़िए. श्वास వదలుతూ తలాన్ని కుడివైపు తిప్పండి. सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ సాధారణ స్థితికి రండి. सांस छोड़ते हुए गर्दन को लेफ्ट साइड मोड़िए. श्वास వదలుతూ తలాన్ని ఎడమ వైపు తిప్పండి. सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ साधारण स्थिति को రండి. एक और बार इसका अभ्यास करेंगे. पूरा श्वास प्रश्वास पर ध्यान देते हुए మరొకసారి చేయండి. और धीरे से सांस भरते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ साधारण स्थिति को రండి. विश्रामम చేయండి. धीरे से सामान्य स्थिति में. अब हम गर्दन घुमाने का अभ्यास करेंगे. नेक रोटेशन अभ्यासम చేద్దాం. धीरे से गर्दन को आगे की ओर झुकाइए. निधाనంగా తల ముందుకు వంచండి और श्वास भरते हुए गर्दन को क्लॉकवाइज घुमाइए. श्वास తీసుకుంటూ తలాన్ని क्लॉकवाइज తిప్పండి. श्वास వదలుతూ తలాన్ని కిందకి తీసుకురండి. श्वास छोड़ते हुए गर्दन को नीचे लेके आइए. एक और बार इसका अभ्यास करेंगे. पूरा ध्यान गर्दन पे. మరొకసారి అభ్యాసం చేద్దాం. और धीरे से सामान्य स्थिति में और अपोजिट दिशा में एक और बार इसको घुमाएंगे. ఇప్పుడు విరుద్ధ దిశలో చేద్దాం. पूरा श्वास प्रश्वास पर ध्यान देते हुए और श्वास लेते हुए सामान्य स्थिति में आइए. श्वास తీసుకుంటూ सामान्य स्थितिలో రండి. విశ్రామం చేయండి. अब हम शोल्डर मूवमेंट करेंगे. शोल्डर मूवमेंट प्रैक्टिस చేద్దాం. श्वास తీసుకుంటూ చేతులను పైకి తీసుకువెళ్ళండి. सांस लेते हुए दोनों हाथों को ऊपर लेके जाइए और श्वास छोड़ते हुए धीरे से दोनों हाथों के नीचे लेके आइए. श्वास వదలుతూ చేతులను కిందకి తీసుకురండి. एक और बार इसका अभ्यास करेंगे. మరొకసారి అభ్యాసం చేద్దాం. श्वास लेते हुए हाथों को ऊपर की तरफ लेके जाइए. श्वास छोड़ते हुए हाथों के नीचे. श्वास వదలుతూ చేతులను సామాన్య స్థితిలో తీసుకురండి. విశ్రామం చేయండి. अब हम स्कंद चक्र क्रिया आसन का अभ्यास करेंगे. हाथों को बगल से कंधों के समानांतर लेके आइए. చేతులను భుజ సమానంగా తీసుకురండి. అరచేతులను భుజపైన పెట్టండి. हाथों को मोड़कर कंधों पर रखे. कोहिनियों को छाती के सामने लेके आइए. एल्बोस चेस्ट ముందుకు తీసుకురండి. धीरे से कोहिनियों को वृत्ताकार घुमाएंगे. एल्बोस మెల్లగా వృత్తాకారం తిప్పండి. నిదానంగా ఇంకొకసారి अभ्यासम చేద్దాం. धीरे से एक और बार इसका अभ्यास करेंगे. पूरा ध्यान शोल्डर पर रखते हुए. अब हम विपरीत दिशा में इसका अभ्यास करेंगे. ఇప్పుడు విరుద్ధ దిశలో అభ్యాసం చేద్దాం. कमर में शोल्डर में उत्पन्न होने वाले खिंचाव को महसूस करने का प्रयास. धीरे से श्वास छोड़ते हुए सामान्य स्थिति में आइए और हाथों को नीचे लेके आइए. श्वास వదలుతూ సామాన్య స్థితిలో రండి. చేతులను కిందకి తీసుకురండి. अब हम कटी चालन क्रिया का अभ्यास करेंगे. ఇప్పుడు कटी चालन क्रिया अभ्यासम చేద్దాం. दोनों पैरों को कंधों के बराबर
दूरी पर रखें। काళ్ళను भुज समाనంగా ఉంచండి। हाथों को सामने से कंधों के बराबर लेके आइए। చేతులను ముందు నుంచి భుజ సమానంగా తీసుకురండి। श्वास छोड़ते हुए कमर को राइट साइड घुमाइए। श्वास వదులుతూ నడుము కుడి వైపు తిప్పండి। श्वास भरते हुए सामान्य स्थिति में आइए। श्वास తీసుకుంటూ साधारण स्थिति को రండి। श्वास छोड़ते हुए कमर को लेफ्ट साइड घुमाएंगे। श्वास వదులుతూ నడుము ఎడమవైపు తిప్పండి। श्वास भरते हुए सामान्य स्थिति में आइए। श्वास తీసుకుంటూ साधारण स्थिति को రండి। एक और बार इसका अभ्यास करेंगे पूरा श्वास प्रश्वास के साथ। మరొకసారి అభ్యాసం చేద్దాం। धीरे से श्वास छोड़ते हुए सामान्य स्थिति पे लेफ्ट साइड घूमिए, ఎడమ వైపు తిప్పండి और श्वास వదులుతూ सामान्य स्थिति को రండి और చేతులను కిందకి తీసుకురండి। अब हम घुटना चालन क्रिया का अभ्यास करेंगे। ఇప్పుడు మాకాలు క్రియ చేద్దాం। हाथों को सामने से कंधों के बराबर लेके आइए। हथेलियां नीचे रहे। చేతులను ముందు నుంచి భుజ సమానంగా తీసుకురండి। అరచేతులు కింద వైపు ఉండాలి। श्वास छोड़ते हुए घुटनों को मोड़िए, कुर्सी जैसे बैठ जाइए। श्वास వదులుతూ మాకాలు బెండు చేయండి, చైరులాగా కూర్చోండి। श्वास भरते हुए खड़े हो जाइए। श्वास తీసుకుంటూ सामान्य स्थिति को రండి। एक और बार इसका अभ्यास करेंगे। మరొకసారి అభ్యాసం చేద్దాం। श्वास प्रश्वास पर ध्यान देते हुए और धीरे से श्वास लेते हुए ऊपर आइए और दोनों हाथों को नीचे लीजिए और विश्राम कीजिए। अब हम योगासनों का अभ्यास करेंगे। ఇప్పుడు యోగాసన అభ్యాసం ప్రారంభం చేద్దాం। पहले ताड़ासन का अभ्यास करेंगे। మొదటిగా ताड़ासन अभ्यासం చేద్దాం। दोनों पैरों के बीच में 2 इंच की दूरी बना के रखिए। రెండు కాళ్ళ మధ్య 2 అంగుళాల స్పేస్ ఉంచండి। दोनों हाथों को सामने से कंधों के बराबर लेके आइए। చేతులను భుజ సమానంగా తీసుకురండి। उंगलियों को आपस में फंसाइए। చేతులు इंटरलॉक చేయండి। हथेलियों को बाहर की तरफ घुमाइए। చేతులను బయట వైపు తిప్పండి और धीरे धीरे श्वास भरते हुए हाथों को सिर के ऊपर लेके जाइए। మెల్లగా శ్వాస తీసుకుంటూ చేతులను తలపైన ఎత్తండి। धीरे से एड़ियों को ऊपर उठाने का प्रयास और संतुलन करने का प्रयास। నిదానంగా హీల్స్ ని పైకి ఎత్తండి, బ్యాలెన్స్ చేయడానికి ప్రయత్నం చేయండి। ఈ స్థితిలో కొంతసేపు ఉంచండి। कुछ देर इस स्थिति में बने रहिए और धीरे धीरे श्वास छोड़ते हुए एड़ियों को हाथों को नीचे लेके आइए। మెల్లగా శ్వాస వదులుతూ చేతులను మరియు హీల్ను కిందకు తీసుకురండి। సాధారణ స్థితిలో విశ్రామ్ कीजिए। अब हम पाद हस्तासन का अभ्यास करेंगे। ఇప్పుడు पाद हस्तासन प्रैक्टिस చేద్దాం। दोनों पैरों के बीच में 4 इंच का फासला रखें। రెండు కాళ్ళ మధ్య 4 అంగుళంగా స్పేస్ ఉంచండి। दोनों हाथों को श्वास भरते हुए सिर के ऊपर उठाइए। श्वास తీసుకుంటూ చేతులను తలపైన ఎత్తండి। धीरे धीरे श्वास छोड़ते हुए कमर से आगे झुके। మెల్లగా శ్వాస వదులుతూ నడుము నుంచి ముందుకు వంచండి। दोनों हाथों को पैर के पास रखने का प्रयास। చేతులను కాళ్ళు పక్కన ఉంచండి। घुटने को सीधा रखने का प्रयास। మోకాలు నేరంగా ఉంచడానికి ప్రయత్నం చేయండి। ఈ స్థితిలో కొంచెంసేపు ఉండండి। कुछ देर बने रहिए और धीरे धीरे श्वास लेते हुए कमर से ऊपर सामान्य स्थिति में आइए। മെല്ലగా ശ്വാസ తీసుకుంటూ പൈക്ക്। ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, യോഗ എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ പ്രയോജനമാകുന്ന ഒരു പരിശീലന മുറയാണ്, അല്ലെങ്കിൽ ഒരു വ്യായാമ മുറയാണ് എന്നുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ യോഗ പരിശീലന പരിപാടി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് യോഗയെക്കുറിച്ച് തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഒന്ന് പഠിക്കാം. തിരുവനന്തപുരം ശ്രീകാര്യത്തെ ബി സ്ട്രോങ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലെ ട്രെയിനർ അനന്തു ആണ് നമുക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഹായ്, എൻ്റെ പേര് ദിവ്യ റോസ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ?
എല്ലാവരും കാലിന്റെ മേൽ കാലൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചായിരിക്കും ഇപ്പൊ ഈ പ്രോഗ്രാം കാണുന്നത്. അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലിന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയ ദിവസമാണ് ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. നമ്മുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഏക സൊല്യൂഷനാണ് യോഗ എന്ന് പറയുന്നത്. നമുക്ക് യോഗ എങ്ങനെ ചെയ്യാം, എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീകാര്യം ജംഗ്ഷനിൽ തന്നെയുള്ള ബി സ്ട്രോങ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലാണ്. നമുക്ക് ഇവിടുത്തെ ട്രെയിനറിനെ പരിചയപ്പെട്ട് നമുക്ക് യോഗയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അത് പോരാതെ ഒരു ബിഗിനർ ലെവൽ യോഗ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് അനന്തു, നമ്മുടെ ബി സ്ട്രോങ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലെ ട്രെയിനറാണ്. അപ്പം നമുക്ക് അനന്തു ആയിരിക്കും ഇന്ന് എന്താണ് യോഗ, എങ്ങനെയാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വെൽബീയിങ് ഒഴികെ നമ്മുടെ ഹെൽത്തിനാണ് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹെൽത്താണ്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ വരികയോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോവുകയോ പുറത്തൊരു സ്ഥലത്ത് പോയി നമുക്ക് ട്രെയിൻ ചെയ്യാൻ പലർക്കും പറ്റില്ല. കാരണം ഞാനൊരു വർക്കിംഗ് വിമൻ ആണ്. അപ്പൊ എനിക്കറിയാം എൻ്റെ ലൈഫ് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിൽ നിന്നും കുറേ സമയം ഇവിടെ ജിമ്മിൽ ട്രാവലിംഗ് ടൈമും ഒക്കെ ഹാൻഡിൽ ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അനന്ത് നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ നമ്മുടെ ഫിറ്റ്നസ് ജേർണി ഒന്ന് ട്രിഗർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് യോഗയിലൂടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അനന്തു എന്ന് പറഞ്ഞു തരുന്നത്. സോ ഓവർ ടു അനന്തു, എങ്ങനെയാണ്, അപ്പൊ എന്താണ് നമുക്ക് ഈ യോഗ തരുന്ന ഒരു ഗുഡ് കാര്യം എന്താണ്? അതെ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും മാക്സിമം ജിമ്മിൽ വരാനോ സ്റ്റുഡിയോയിൽ ഒന്നും ചെയ്യാനോ സമയം കിട്ടുന്നില്ല. അവരുടെ ലൈഫ് സ്റ്റൈലും വർക്ക് ലൈഫ് ബാലൻസിങ്ങും കുറെ അവർക്ക് പറ്റാതായിരിക്കുന്ന മെയിൻ ഇഷ്യൂസ് അറിയാം. ഇപ്പൊ ഈ കുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ ഇപ്പം പ്രായമാകരുതാവട്ടെ എല്ലാവരും ഇപ്പൊ യോഗ ചെയ്യുന്നത് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതിനിപ്പോ സ്റ്റുഡിയോ തന്നെ വരണം, നമുക്കത് അതുകൊണ്ട് മടിച്ച് വരാതിരിക്കുന്നവരും കുറെ പേരുണ്ടാവും. അതിപ്പം ചിലപ്പോൾ സമയം കിട്ടാറില്ല, വർക്ക് ലൈഫ് ബാലൻസിങ് കൊണ്ടും അവരുടെ സ്ട്രെസ് ആയിരിക്കും, അവരുടെ കുറെ ഡിപ്രഷൻ ഫേസ് കുറെ പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ വേണ്ടിയാണ്, അങ്ങനെയൊന്നുമല്ല. പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ആൻസൈറ്റി ലെവൽ, നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. ഇപ്പൊ കുട്ടികൾക്ക് തന്നെ നല്ല ഒബ്സെറ്റ് ചെയ്യണം. ഇപ്പൊ ഈ കുട്ടികൾ വളർന്നു വരുന്നത് പിന്നെ ഇപ്പം കുറച്ച് ഈ കൂനൊന്നും പ്രോപ്പറായിട്ട് അവർക്ക് ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർ പോസ്റ്റ് പോലും ഇപ്പൊ ഇല്ലാതെ ഇരിക്കുന്നത്. അപ്പൊ അടുത്തൊരു ജനറേഷൻ തന്നെ പറ്റുന്ന സാധനമാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ബിഗിനറാണ് അനന്തു, എനിക്ക് യോഗയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ എന്നെ എങ്ങനെയാണ് അനന്തു യോഗ ട്രെയിൻ ചെയ്യാൻ? ഉറപ്പായിട്ട് നമുക്ക് ആസന ബേസ് നമ്മളിപ്പോ പ്രോപ്പറായിട്ട് ഓരോ ആസനം ചെയ്താലും അതുപോലെ ബ്രീതിങ് ടെക്നിക്സ്, യോഗ എന്ന് പറയുന്നത് തന്നെ ബ്രീതിങ് ടെക്നിക്സും നമുക്ക് ആസനാസും നമ്മുടെ പോസ്റ്റേഴ്സും ആണ്. ഫ്ലെക്സിബിലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ പോസ്റ്റർ എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് ചെറിയ ആസനാസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 7 ആസന തന്നെ ചെയ്യാൻ പറ്റും. അതിന് എക്യുപ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല, നമുക്ക് പില്ലോ തന്നെ മതിയാവും, ഒരു മാറ്റ് ഉണ്ടാവും, മാറ്റ് തന്നെ മതിയാവും. നമുക്ക് അങ്ങനെ വെച്ച് ചെറിയ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് യോഗയുടെ ഒരു തുടക്കം ഇന്ന് തന്നെ കുറിക്കാം. ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ യോഗയുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അനന്തു, ഏത് ആസനമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് തടാസനയാണ്. ഓക്കെ, തടാസന എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റാൻഡിങ് ബേസ് നമ്മുടെ എങ്ങനെയാണ് നിൽക്കുന്ന പോസ്റ്റർ കറക്റ്റ് ആവണം ആദ്യം. ഓക്കെ, അതാണ് ഓവറോൾ ബോഡി മസിൽസ്. അതുപോലെ തന്നെ നമ്മൾ സിയാറ്റിക്ക സ്പേസ് കുറേ പെയിൻസ് ഉണ്ടാവും, കുറേ പേർക്ക് പെയിൻ ഉണ്ടാവും. അതെല്ലാം ഒന്ന് മാറ്റുന്ന പോലെയും നന്നായിട്ട് നമ്മുടെ ഒരു പോസ്റ്റർ കറക്ഷനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയാണ് നമ്മൾ തടാസന ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിൽക്കാറുണ്ട്, എല്ലാ ദിവസവും എപ്പോഴും നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ എങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ ആസനം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഉറപ്പായിട്ടും. അത് നമ്മൾ നിൽക്കേണ്ടത് കുറച്ചുകൂടി ഒന്ന് വൈഡ് അപ്പാർട്ട്, പ്രോപ്പർ സ്റ്റാൻഡ് നിൽക്കുക, നേരെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ ചെസ്റ്റ് ലെവൽ കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആയിരിക്കുക. ബോഡി സ്ട്രെങ്ത്, പോസ്റ്റർ കറക്റ്റായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കോർ നല്ല എൻഗേജ് ചെയ്ത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ. പതിയെ നിന്നിട്ട് സ്ലോലി നമ്മുടെ കാഫ് ഫേസ്, നമ്മുടെ ടോ റൈസ് ഒന്ന് പതുക്കെ ഒന്ന് റേസ് ചെയ്യുക. ബോഡി ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിയിട്ട് പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പതുക്കെ താഴുക. ഒരു ബിഗിനർ ലെവലാകുമ്പം ആദ്യമേ അവർക്ക് ഫുള്ളി വന്ന് നിർത്തി ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയാണത് ലൈക്ക് സ്ലോലി നമ്മൾ റേസ് ചെയ്യുന്നു, അവിടെ അങ്ങനെ ഹോൾഡ് ചെയ്യുക, പതുക്കെ അവിടെ നിന്ന് നേരെ സ്ലോലി ഇറക്കി ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഈ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് വിടാതെ നോക്കുക, ബ്രീത്തിങ് പ്രോപ്പർ ആവുക. ആ സമയത്ത് ലൈറ്റായിട്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ കൈ ഒന്ന് റേസ് ചെയ്ത്, ഓക്കെ, പതിയെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് റേസ് ചെയ്ത് ലെഗ് ഒന്ന് റേസ് ചെയ്ത് പതിയെ നമ്മളെ കൊണ്ട് പതുക്കെ ഹാൻഡ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ഒന്ന് ഹോൾഡ് ചെയ്യാം. ബോഡി ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പതിയെ എൻഗേജ്, പതുക്കെ എപ്പോഴാണ് പോകുന്നത് അപ്പോൾ പതിയെ താഴെ കൈ പതുക്കെ. ഓക്കെ, സ്ലോലി ചെയ്താൽ മതി.
അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ആസനങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അനന്ത് പറഞ്ഞതുപോലെ നമ്മുടെ ഡെയിലി ഒരു റുട്ടീനാക്കി ഇതിനെയൊക്കെ മാറ്റാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഒരു ഫീലിംഗ്, ഞാൻ വളരെ ഡീസ്ട്രെസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ലൈറ്റായിട്ടൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഊഹിച്ചു നോക്കാം എത്രത്തോളം ലൈറ്റായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും, കുട്ടികൾ തൊട്ട് അച്ഛനമ്മമാർ തൊട്ട് അപ്പൂപ്പൻ അമ്മൂമ്മമാർ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആസനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇന്ന് യോഗാ ദിനം ആയതുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങി, പക്ഷേ നാളെ അത് നിർത്തിക്കളയരുത്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീറ്റു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അതിനോടൊപ്പം തന്നെ ഇതൊരു റുട്ടീനായിട്ട് സെറ്റ് ചെയ്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ വേണ്ട അരമണിക്കൂർ നമുക്ക് പറ്റുന്നത് പോലെ എല്ലാവരും ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് യോഗേനെ കൊണ്ടുപോകണം. അതാണ് വെൽനസ് 18 നിങ്ങൾക്ക് ഇന്ന് യോഗാ ദിനമായിട്ട് തരുന്ന ഒരു വലിയ ഗിഫ്റ്റ്. യെസ്, അപ്പോൾ അതാണ് തിരുവനന്തപുരം ശ്രീകാര്യത്തെ ബി സ്ട്രോങ് ഫിറ്റ്നസ് സെന്ററിൽ അവിടുത്തെ സ്റ്റുഡിയോയിലെ ട്രെയിനറായ അനന്തു ആണ് വെൽനസ് 18-ൽ പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. ചില ബേസിക് കാര്യങ്ങളാണ് അനന്തു നമുക്ക് പങ്കുവെച്ച് നൽകിയത്. അതായത് നമുക്ക് വീട്ടിൽ യോഗ ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്ത ആളുകൾക്ക് പരിശീലിച്ച് തുടങ്ങാൻ കഴിയുന്ന തരത്തിൽ ചില ബേസിക് സ്റ്റെപ്സ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സജീവമായ ഒരു വാർത്താ ദിനമാണ്. എല്ലാ വാർത്തകളിലേക്കും നമുക്ക് മടങ്ങിയെത്തണം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.